المرسلين وعلى آله وصحبه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب. സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിൻ്റെ തഖ്വയിലായി ജീവിക്കാൻ എന്നോടും നിങ്ങളോടും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞത് നമ്മുടെ 7ാമത്തെ ദർസായിരുന്നു. ഇന്ന് 8ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മുൻ പ്രവാചകന്മാർക്ക് ഗനീമത്ത് സ്വത്ത് അള്ളാഹു അനുവദിച്ചില്ല, ഹലാലാക്കി കൊടുത്തിട്ടില്ലായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണത് അനുവദിച്ചു കൊടുത്തത്. അതുമായി ബന്ധപ്പെട്ട് ഇമാം മുസ്ലിമിൻ്റെ സഹീഹിൽ 1747 നമ്പർ ഹദീസ് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ ഗനീമത്ത് മുതൽ മുൻ പ്രവാചകന്മാരിൽ കൈകാര്യം ചെയ്തതിൻ്റെ ഒരു രൂപമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അത് അറിയുന്നവരൊന്ന് പറയും, ആരെങ്കിലും ഒരാൾ നമ്മളെ കൂട്ടത്തിൽ നിന്ന്. എന്നിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് തുടങ്ങാം. അവരെ മ്യൂട്ടോ ആയി കൊടുക്കട്ടെ എല്ലാവരും. ആരെങ്കിലും ഒരാൾ അറിയുന്ന ആൾ പറയും. അലൈഹിസ്സലാം. പറഞ്ഞോളൂ. ആ ആ എന്നിട്ട് ആ ആ ആ പിന്നെ നോക്കി ഓർമ്മട്ടൂലേ? ഇൻഷാ അല്ലാ കിട്ടിക്കോളും. പിന്നെ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, ഓരോ ദിവസവും നമ്മൾ എടുക്കുന്ന ക്ലാസ് നിങ്ങൾക്ക് ഒരു ദിവസത്തെ ഒരു ഖുത്ബക്കുള്ള മരുന്നാണിത്. ഒരു ദിവസം നിങ്ങൾക്കൊരു ഖുത്ബ പറയാനുള്ള നോട്ടാണ് ഓരോ ദിവസത്തെയും ക്ലാസ്സുകൾ. അത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഖുത്ബ അറിയാമെന്നുള്ളതല്ല, കുറേ ഇൽമ് നിങ്ങൾക്ക് അള്ളാഹിൻ്റെ മലക്കുകളുടെ ചിറകിൻ്റെ ഇടയിൽ സുരക്ഷിതരായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കാനുള്ളൊരു അവസരമാകും ഇത് എന്നുള്ളതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. മാത്രമല്ല, നാട്ടിലൊക്കെ എവിടെയെങ്കിലും ഒരു പ്രയാസം വന്നാൽ നമുക്ക് നമ്മുടെ മഹലിനെയും ആളുകളെയൊക്കെ സഹായിക്കാനും കഴിയും, ഇത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കേട്ടോ. ഇനി നമ്മൾ സമയം ലേറ്റായിപ്പോയി. നമ്മൾ 40-ന് തുടങ്ങാൻ ഉദ്ദേശിച്ചായിരുന്നു. ഇപ്പോൾ അത് 50-ൻ്റെ അടുത്തേക്ക് എത്തി. 50ഉം കഴിഞ്ഞു എന്ന് തോന്നുന്നു. നമ്മൾ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വഹീനെ സംബന്ധിച്ചാണ്. എന്താണ് വഹി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു വഹി ഇറക്കി. എന്താണ് വഹി എന്നൊരാൾ ചോദിച്ചാൽ ഡീപ്പായി അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് കഴിയണം. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാൻ പറ്റണം. അപ്പോൾ അതിന് നിങ്ങൾ ശ്രദ്ധിക്കുക. 1, വഹി എന്ന് പറയുന്ന സംഭവം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 78 സ്ഥലങ്ങളിൽ വഹീനെ അള്ളാഹു പരാമർശിച്ചിട്ടുണ്ട് ഖുർആനിൽ. അപ്പോൾ ചില്ലറ കാര്യമാവില്ല. 2, വഹി എന്ന വേർഡ് നിരവധി അർത്ഥങ്ങൾക്ക് ഉപയോഗിക്കും. 1, ഇഷാറത്ത്. ശരിക്കും നോട്ട് ചെയ്യട്ടോ, മനസ്സിൽ നോട്ട് ചെയ്യും. ഇഷാറത്ത് പറഞ്ഞാൽ സൂചന നൽകുക എന്ന് പറയില്ലേ, അതിന് വഹി എന്ന് പറയും. അതുപോലെ ഈമാഇന് പറ്റും. ഈമാവും ഇഷാറത്തും ഒന്ന് തന്നെയാണ്. പക്ഷേ ഈമാ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻകൈ കൊണ്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുക, എങ്ങനെ കാണിക്കൂലേ അതിന്. അതുപോലെ നമ്മളെ കണ്ണുകൊണ്ട് ഇട്ടുകാണ്ട് കാണിക്കൂലേ സൂചന നൽകുമ്പോൾ അത്. അതേപോലെ നമ്മളെ കണ്ണിൻ്റെ പുരികം കൊണ്ട് ഇങ്ങനെ കാണിക്കൂലേ, അങ്ങനെയൊക്കെ ഉള്ളതിനെയാണ് ഈമാ എന്ന് പറയാം. അപ്പോൾ ഇതിനും അതുപോലെ സൂചനകൾ നൽകുന്നതിനും ഇഷാറത്തിനും ഈമാഇനും വഹി എന്ന് പറയും കേട്ടോ. അതേപോലെ എഴുത്തിന് വഹി എന്ന് പറയും, കിതാബിന്. അതുപോലെ സ്പീഡിന്, അതുപോലെ ശബ്ദത്തിന്, അതുപോലെ അള്ളാഹുവിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഒരു കാര്യം അള്ളാഹു വിട്ടുകൊടുക്കുന്നതിന്,
ഇതിനൊക്കെ ഈ രൂപത്തിലൊക്കെ എന്ത് ചെയ്യും? വഹി എന്ന് പറയും ഭാഷാപരമായിട്ട്. എന്നാൽ ഇസ്ലാമിക ശരീഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ വഹി എന്ന് പറഞ്ഞാൽ മഹാനായ ഇമാം സുർഖാനിയുടെ മനാഹിലുൽ ഇർഫാനിൽ കാണാം, ഐ യുഅല്ലിമ അല്ലാഹു തആല മനിസ്തഫാഹു മിൻ ഇബാദിഹി കുല്ലമാ അറാദത്തിലാഹു അലൈഹി. അല്ലാഹു തആല അവൻ്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ എന്തൊക്കെയാണോ അറിയിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അറിയിച്ചു കൊടുക്കുക. എങ്ങനെയായിരിക്കും അത്? ബി ത്വരീഖത്തിൻ സിർരിയത്തിൻ ഖഫിയ്യത്തിൻ, ആർക്കും അറിയാത്ത രൂപത്തിലായിരിക്കും. ഗൈരി മുഅ്താദത്തിൻ ലിൽ ബശർ, മനുഷ്യന്മാർക്ക് സാധാരണഗതിയിൽ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു കാര്യം തിരിക, അതല്ലാത്ത രൂപത്തിൽ. അപ്പോൾ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ അള്ളാഹു അവൻ്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ എന്തൊക്കെ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കാനാണോ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നതിനെയാണ് വഹ്യ് എന്ന് പറയുക. അറബി ഭാഷയിൽ ഇങ്ങനെ നമ്മളെ ഗ്രൂപ്പിൽ ഇതിൻ്റെ നോട്ട് ഉണ്ടാവും, അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. വായിക്കേണ്ട രൂപം പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കണേ. ഐ യുഅല്ലിമ അല്ലാഹു തആല അല്ലെങ്കിൽ ഐ യുഅല്ലിമ അല്ലാഹു തആല മൻ ഇസ്തഫാഹു മിൻ ഇബാദിഹി കുല്ലമാ അറാദ ഇത്തിലാഹു അലൈഹി മിൻ അൽവാനിൽ ഹിദായത്തി വൽ ഇൽമി വലാകിൻ ബിത്വരീഖത്തിൻ സിർരിയത്തിൻ ഖഫിയ്യത്തിൻ ഗൈരി മുഅ്താദത്തിൻ ലിൽ ബശർ. മനസ്സിലായില്ലേ? അറിവിൻ്റെയും സന്മാർഗത്തിൻ്റെയും കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉദ്ദേശിക്കുന്ന മാർഗത്തിലൂടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിക്കൊണ്ട് വളരെ രഹസ്യമായ മാർഗത്തിലൂടെ വളരെ സ്പീഡിലായിക്കൊണ്ട് അള്ളാഹു നൽകുന്ന അറിവിനെയാണ് വഹ്യ് എന്ന് പറയുന്നത്. ഇനി മഹാനായ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി അവിടുത്തെ സാദുൽ മആദിൽ വഹ്യിനെ വിവരിക്കുന്നുണ്ട്. നിങ്ങളിതിൽ ശ്രദ്ധിക്കണം എന്തോ, ഒരു കാര്യം നമ്മൾ കേട്ടാൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു മനുഷ്യന് പറഞ്ഞു കൊടുക്കാനുള്ളൊരു ബോധം 10, 50, 40, 45, 30, 35 ഒക്കെ കൊല്ലം കൂടെ ജീവിച്ചിട്ട് നമുക്ക് യാതൊരു ബോധവും ഇല്ല പറഞ്ഞാൽ മുസ്ലിങ്ങളാണ് നമ്മൾ. എന്താണോ വഹ്യ് എന്ന് പറഞ്ഞാൽ മേപ്പെട്ട് വഹിക്കുന്ന ഒരവസ്ഥ വളരെ സങ്കടമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി വഹ്യ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇബ്നുൽ ഖയ്യിമുൽ ജൗസി അദ്ദേഹം അതിനെ പാർട്ടാക്കി വിശദീകരിക്കുന്നുണ്ട് തൻ്റെ സാദുൽ മആദിൽ. ഒന്നെന്താ? അർ-റുഇയ സ്വാദിഖ, വഹ്യിൻ്റെ രൂപങ്ങൾ ഒരു രൂപം കൃത്യമായ സ്വപ്നമാണ്. ആ സ്വപ്നം കണ്ടാൽ അത് അതുപോലെ അങ്ങോട്ട് പ്രകടമാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കത്തിലൊരു സ്വപ്നം കണ്ടാൽ നേരം വെളുത്തതിന് ശേഷം അതാണ് സംഭവിക്കും. അതാണ് വഹ്യിൻ്റെ ഒരു രൂപം. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, അവ്വലു മാ ബുദിഅ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ വഹ്യി അർ-റുഇയ സ്വാദിഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായി വന്നിരുന്നത് വഹ്യിൻ്റെ ഇനത്തിൽ നിന്ന് സത്യസന്ധമായ സ്വപ്നമാണ്. എന്ന് പറഞ്ഞാൽ സ്വപ്നം കണ്ടാൽ അതാണ് പുലരുമായിരുന്നു. ഇങ്ങനെയാണ് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യ് വന്നിരുന്നത്. അപ്പോൾ വഹ്യിൻ്റെ ഒരു ഇനം എന്താണ്? സ്വപ്നത്തിൽ അല്ലാഹു തആല കാണിച്ചു കൊടുക്കുന്നത്. അത് കൃത്യമായിട്ട് നേരം പുലർന്നതിന് ശേഷം ആ ദിവസമോ അല്ലെങ്കിൽ വേറെ ദിവസമോ അത് പുലരുകയും ചെയ്യും. രണ്ടാമത്തെ ഇനം മഹാനവറുകൾ പറയുന്നു, മാ കാന യുൽഖീഹിൽ മലക്കു ഫീ റൗഇഹി വഖൽബിഹി മിൻ ഗൈരി അൻ യറാഹു. മലക്ക് വന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കും. നബിക്ക് ജിബ്രീലിനെ കാണാൻ കഴിയില്ല. കാണാത്ത രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിലേക്ക് ജിബ്രീൽ വന്ന് വഹ്യിട്ട് കൊടുക്കുക. ഇതാണ് രണ്ടാമത്തെ രൂപം. നബിക്ക് ജിബ്രീലിനെ കാണാൻ കഴിയാത്ത രൂപത്തിൽ റസൂലുള്ളാഹിന്റെ മനസ്സിലേക്ക് ജിബ്രീൽ ഒരാശയം ഇട്ട് കൊടുക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന റൂഹൽ ഖുദ്സി നഫസ ഫീ റൗഇ. ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ ഹൃദയത്തിൽ ഊതി തന്നു. എന്ത്? അന്നഹു ലൻ തമൂത നഫ്സുൻ ഹത്താ തസ്തക്മില റിസ്ഖഹ. ഒരു മനുഷ്യനും അള്ളാഹു അവന് വിധിച്ച റിസ്ക് പൂർത്തിയാക്കാതെ മരിച്ചു പോകൂല. ഫത്തഖുല്ലാഹ വഅജ്മിലു ഫി ത്വലബ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. നിങ്ങളുടെ റിസ്ക് തേടുന്നതിൽ നിങ്ങൾ സജീവമാണ്. നല്ല രൂപത്തിൽ പണിയെടുത്ത് ജീവിക്കണം. നല്ലോണം പണിയെടുക്കണം. എന്തിനു വേണ്ടി? ഈ ദുനിയാവിൽ അങ്ങനെയാണ് അള്ളാഹു പ്രോഗ്രാം വെച്ചിരിക്കുന്നത്.
വലാ യഹ്മിലന്നക്കും ഇസ്തിബ്താഉർ റിസ്ഖി അലാ അൻ തത്ലുബൂ ബിമഅസിയത്തില്ലാ. നിങ്ങൾ കുറേ പണിയെടുത്തിട്ടും ഒന്നും കിട്ടുന്നില്ല, നട്ടം തന്നെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, എന്നാൽ നമുക്ക് ഹറാമായ മാർഗത്തിലൂടെ നല്ല ഹലാലായ രൂപത്തിൽ കച്ചവടം ചെയ്തിട്ട് ഒരു ലാഭം കിട്ടില്ല, എന്നാൽ നീ കള്ളത്തരവും സർവ്വ തോന്നിയാസവും കാണിച്ചിട്ട് അങ്ങോട്ട് ബിസിനസ് നടത്തുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അബ്കാരികളുടെ കൂടെ കൂടുക എന്ന വഴിക്ക് നിങ്ങൾ പോവാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടുന്ന ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള നിർദ്ദേശം ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ മനസ്സിലേക്ക് ഇട്ട് തന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ്റെ ആയത്തും അതന്നെയാണ്. അള്ളാഹ് പറയുന്നത് എന്താണ്? വകഅയ്യിൻ മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹാ അല്ലാഹു യർസുഖുഹാ വയ്യാക്കും. എത്രയോ ജീവികൾ അവരെ കയ്യിലൊന്നുമില്ല, എന്നാൽ അള്ളാഹു തആല അവർക്കുള്ള റിസ്ക് വഹിക്കുന്നവനാണ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഭൂമിയിലുള്ള ഏത് ജീവിയുണ്ടോ അതിനുള്ള റിസ്ക് അള്ളാഹിൻ്റെ അടുത്ത് ഉറപ്പായിട്ടുണ്ട് എന്ന് സൂറത്ത് ഹൂദിൻ്റെ 4-ാം വചനത്തിലും അങ്കബൂത്തിൻ്റെ 60-ാം വചനത്തിലും അള്ളാഹ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആശയം, ഈ ആയത്തിലെ ആശയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകൻ്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തു. അപ്പോൾ റസൂലുള്ളാഹിക്ക് ജിബ്രീലിനെ കാണാൻ സാധിച്ചില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വഹി നൽകുന്നു എന്നർത്ഥം. 2, അപ്പോൾ 1 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വപ്നം, രണ്ടാമത്തത് മലക്കിനെ കാണൂല, ആ കാര്യം നബിൻ്റെ മനസ്സിലിട്ട് കൊടുത്തിട്ടുണ്ടാവും. 3-ാമത്തത് കാന യതമസ്സലു ലഹുൽ മലക്കു റജുലൻ, മലക്ക് ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ വരും റസൂലുള്ളാഹിൻ്റെ അടുത്ത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ കാര്യം പറഞ്ഞു കൊടുക്കും. അങ്ങനെ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ നബിക്കത് മനസ്സിലാവുകയും ചെയ്യും. ഈ അവസ്ഥ ഉണ്ടല്ലോ, വഹയിൻ്റെ ഈ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും സുഖകരമായ അവസ്ഥയാണ്. നബിക്ക് റിസ്ക് ഒന്നും ഉണ്ടാവില്ല, പ്രയാസമൊന്നും ഉണ്ടാവില്ല. മറ്റ് സമയങ്ങൾക്കൊക്കെ നബിക്ക് നല്ല ശരീരത്തിൽ നല്ല ചേഞ്ചിങ്ങുകൾ പ്രകടമാവും. എന്നാൽ മലക്ക് റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് മനുഷ്യൻ്റെ രൂപത്തിൽ വരുമ്പോൾ മഹാനായ ദിഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹുവിൻ്റെ രൂപത്തിലാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരാറുള്ളത് മിക്ക സമയത്തിലും. ദിഹിയത്തുൽ കൽബി എന്ന് പറഞ്ഞാൽ മഹാനവറുകൾ ദൗമത്തുൽ ജന്തൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇന്ന് സൗദി അറേബ്യയിൽ. അതായത് സൗദി അറേബ്യയിലെ അൽ ജൗഫ് എന്ന് പറയുന്ന സ്ഥലം, അവിടുത്തുകാരനാണ്. റിയാദിൽ നിന്ന് ഏകദേശം 900 കിലോമീറ്റർ ദൂരെയാണ് ഈ സ്ഥലം. അവിടെയാണ് ദിഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു താമസിച്ചിരുന്ന അവിടുത്തുകാരനാണ് മൂപ്പര്. മൂപ്പരെ സംബന്ധിച്ചിടത്തോളം സുന്ദരനാണ്. മാത്രമല്ല ഹിർക്കൽ, കിസ്ര പോലെയുള്ള രാജാക്കന്മാരിലേക്ക് റസൂലുള്ള അംബാസഡറായിട്ട് നിയോഗിക്കുക ഈ ദിഹിയത്തുൽ കൽബിയാണ്. സുന്ദരനും നല്ല കളറുള്ള നല്ല ആരോഗ്യവാനായ, നമ്മൾ പറയാറുണ്ടല്ലോ നല്ല പ്രൗഢിയും പ്രതാപവും തോന്നിക്കുന്ന ഒരു ബോഡി എന്ന് പറയില്ല, അങ്ങനെയുള്ള ആളായിരുന്നു. ആ രൂപത്തിലാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വരാറുള്ളത്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീത്ത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എൻ്റെ അടുക്കൽ അല്ലാഹു തആല ഒരുപാട് അമ്പിയാക്കന്മാരെ എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ മൂസ അലൈഹി ഇസ്ലാമിനെ എങ്ങനെ നോക്കുമ്പോൾ മഹാനവറുകൾ ഷൗന ഗോത്രക്കാരിൽപ്പെട്ട ഒരു മനുഷ്യനെ പോലെ തോന്നുന്നുണ്ട്. അതായത് തടിയൊക്കെ മെലിഞ്ഞ് കുറച്ച് ഹൈറ്റൊക്കെ ഉള്ള നല്ല പരുപരുത്ത ഒരു പരിക്കൻ സ്റ്റൈലിലുള്ള ഒരു മനുഷ്യനായിട്ട് മൂസ അലൈഹി ഇസ്ലാമിനെ എനിക്ക് ഫീൽ ചെയ്തു. വറഅയ്തു ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം ഫഇദാ അഖറബു മൻ റഅയ്തു ബിഹി ശബൻ ഉർവത്ത് ഇബ്നു മസ്ഊദ്. ഈസാ അലൈഹി ഇസ്ലാമിനെ ഞാൻ കണ്ടു. ഈസാ അലൈഹി ഇസ്ലാമിനെ കണ്ടു നോക്കുമ്പോൾ മഹാനവറുകൾ ഉർവത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മോഡലാണ്, അതേപോലെ ഉണ്ട്. ഉർവത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തായിഫുകാരനാണ്. റസൂലുള്ള മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ നബിനെ തെരഞ്ഞു പോയി മദീനയിൽ എത്തുന്നതിൻ്റെ മുമ്പ് നബിനെ പോയി കണ്ട് നബിനോട് പറഞ്ഞു, ഞാൻ ഈ പോയിട്ട് എൻ്റെ ആൾക്കാരോട് ഞാൻ ഈ ഇസ്ലാം പറയാൻ, ഞാൻ മുസ്ലിമായി എന്ന് പറയാണ്, ഓലോട് മുസ്ലിം ആണെന്ന് പറയട്ടെ നബി എന്ന് വെച്ചു. അപ്പോൾ നബി പറഞ്ഞു, അവർ അങ്ങനെ ഞാൻ മുസ്ലിമായി എന്ന് പറഞ്ഞു അവർക്ക് ചെന്നാൽ അവർ നിന്നേറ്റ് യുദ്ധം ചെയ്യും, നിന്നെ കൊല്ലും, പ്രശ്നമൊക്കെ ഉണ്ടാക്കൂട്ടോ, അതുകൊണ്ട് അങ്ങനെ പെട്ടെന്നാണ് പോവല്ലായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മൂപ്പര് പറഞ്ഞൊരു മറുപടി ഉണ്ട്. നബിയെ അന അഹബ്ബു ഇലൈഹിം മിൻ അബ്കാരിഹിം, അവരുടെ കന്യകകളോട് ആ പുരുഷന്മാർക്ക് തോന്നുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ, അതിലേറെ സ്നേഹമാണ് അവർ എനിക്ക് തരിക. ഞാൻ അവരുടെ എല്ലാമാണ്. ഒരു നാട്ടിലെ ആളുകൾക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടോ ആ പ്രശ്നത്തിലൊക്കെ ഇടപെടുന്ന വലിയ അവിടുത്തെ ഒരു കാരണവരാണ്. അപ്പോൾ എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല നബി എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ തിരിച്ചു പോയ സംഭവം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഏതായിരുന്നാലും വളരെ സജീവനായ ഒരു പ്രബോധകനായിരുന്നു ഉർവത്ത് ഇബ്നു മസ്ഊദ്. അദ്ദേഹത്തിൻ്റെ അതേ മോഡലിൽ എനിക്ക് ഈസാ അലൈഹി ഇസ്ലാമിനെ കാണാൻ കഴിഞ്ഞു എന്ന് റസൂൽ പറയാം. പിന്നെ പ്രവാചകൻ പറഞ്ഞു, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ ഞാൻ കണ്ടു. ഇബ്രാഹിം നബി ഞാൻ കണ്ടപ്പോൾ എങ്ങനെയാണെന്ന് തരോ, ഫൈദാ അഖ്റബു മൻ റഅയ്തുഹു ബി ശബൻ സാഹിബുക്കും. ഇബ്രാഹിം നബി
എൻ്റെ അതേപോലെ ഉണ്ട്, നിങ്ങളുടെ സാഹിബാണല്ലോ ഞാൻ, എൻ്റെ രൂപം എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇബ്രാഹിം നബി. എന്നാൽ റഅയ്തു ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഞാൻ കണ്ടു. ഫൈദ അഖ്റബു മൻ റഅയ്തു ബി ശബൻ ദഹിയത്ത് ബിൻ ഖലീഫ, നമ്മുടെ ദഹിയത്തുൽ കൽബിയുടെ അതേ രൂപത്തിലാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നത്. അപ്പോൾ ഇത് നിരവധി ഹദീസുകളിൽ കാണാം. മഹാനായ ഇമാം മുസ്ലിം അവിടുത്തെ സഹീൽ 167 നമ്പർ ഹദീസിൽ പറഞ്ഞതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് മനുഷ്യൻ്റെ രൂപത്തിൽ വരിക എന്നുള്ളതാണ് ഒരു രൂപം മലക്കിൻ്റെ വഹിയുമായിട്ട് വരുമ്പോൾ. അപ്പോൾ 3 രൂപം നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ രൂപം സ്വപ്നം, രണ്ടാമത്തെ രൂപം മലക്ക് വരുന്നത് നബി കാണൂല, എന്നാൽ വിഷയം നബിൻ്റെ മനസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടാകും. മൂന്നാമത്തെ രൂപം ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ ജിബ്രീൽ വരുന്നു. നാലാമത്തെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വരുന്നത് ഒരു എന്താ പറയുക, ചങ്ങലകളൊക്കെ വലിക്കുന്നത് പോലെയുള്ള പ്രത്യേകമായ ശബ്ദം, ഇരുമ്പ് ചങ്ങലകൾ കൂട്ടിമുട്ടിയിട്ടുണ്ടാകുന്ന ശബ്ദമുണ്ടല്ലോ, അല്ലെങ്കിൽ ചങ്ങല പാറയുടെ മുകളിലൂടെയൊക്കെ വലിക്കുന്നത് പോലെയുള്ള ശബ്ദം ഉണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള ഒരു ഭീകരമായ ശബ്ദമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വരാറുണ്ട് എന്നാണ്. മാത്രമല്ല സൂറത്ത് സബയിലെ 23-ാമത്തെ ആയത്ത് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ വിശദീകരണത്തിൽ മഹാരഥന്മാരായ മുഹദ്ദിസുകളും മുഫസ്സിറുകളും അതുപോലെയുള്ള പണ്ഡിതന്മാരൊക്കെ വിവരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആയത്തിൽ എന്താ പറയുന്നത്? സൂറത്ത് സബയിൻ്റെ 23-ാമത്തെ ആയത്തിട്ടോ, ഹത്താ ഇദാ ഫുസ്സിയ അൻ ഖുലൂബിഹിം ഖാലൂ മാദാ ഖാല റബ്ബുക്കും ഖാലൂ അൽ ഹഖ വഹുവൽ അലിയുൽ കബീർ. എന്താ പറയുന്നത്? അങ്ങനെ അവരുടെ പരിഭ്രമം നീങ്ങിക്കഴിയുമ്പോൾ അവർ ചോദിക്കും, എന്താണ് റബ്ബ് പറഞ്ഞത് എന്ന് പറയുന്ന ആ ആയത്തിൻ്റെ വിശദീകരണമായി നമുക്ക് ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീദ് വായിക്കുമ്പോൾ നമുക്ക് ആ ആയത്തിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അബൂദാവൂദിലെ 4738 നമ്പർ ഹദീസ് കേട്ടോ. നബി പറയാ, ഇദാ തകല്ലമല്ലാഹു ബിൽ വഹി, അള്ളാഹു വാനലോകത്ത് വഹി കൊണ്ട് അള്ളാഹ് സംസാരിച്ചാൽ, വഹിയിൻ്റെ കാര്യം ഇവിടേക്ക് മനുഷ്യന്മാർക്ക് ഇറക്കി കൊടുക്കേണ്ട കാര്യമാണല്ലോ വഹി. ആ വഹി അള്ളാഹു ആകാശത്ത് നിന്ന് സംസാരിച്ചാൽ ആകാശത്തിലുള്ള ആളുകൾ ആകാശത്തിന് ഒരു ഇരുമ്പിൻ്റെ മുകളിലൂടെ അടിക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലെയുള്ള ഭീകരമായ ശബ്ദം അവർക്ക് അവിടെ അനുഭവപ്പെടും. ആകാശലോകത്ത് വഹീനെ കുറിച്ച് ഒരു പ്രഖ്യാപനം അവിടെ നടക്കുമ്പോൾ അള്ളാഹു അതുകൊണ്ട് സംസാരിച്ചാൽ ആകാശത്ത് നടക്കുന്നത് എന്താണ്? ഇരുമ്പന്മേലടിക്കുമ്പോൾ, ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ മ്യൂസിക്കുകാരൊക്കെ ചില ഇരുമ്പിൻ്റെ, നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ ഒരു പ്ലേറ്റ് എടുത്തിട്ട്, ഇരുമ്പിൻ്റെ ഒരു പ്ലേറ്റ് എടുത്ത് മറ്റേ പ്ലേറ്റുമ്പോൾ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദമുണ്ട്. അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി അതിഭീകരമായ ശബ്ദം പ്രകടമാവുകയാണ് വാനലോകത്ത്. ആ ശബ്ദം പ്രകടമായി കഴിഞ്ഞാൽ അപ്പോൾ വാനലോകത്തുള്ള കോടാനകോടി മലായിക്കൾ അതിഭീകരമായ ഭയത്തിലാകും. വല്ലാത്ത ഭയം കാരണം അവരുടെ സമനില തെറ്റുന്ന രൂപത്തിലാവും. ഫലാ യസാലൂന കദാലിക്, അവരങ്ങനെ പരിഭ്രമിച്ച് വിറങ്ങലിച്ച് നിൽക്കും മലക്കുകൾ. നമ്മളിലേക്ക് വന്ന ഇഖ്റ ബിസ്മി അതേപോലെയുള്ള വഹീനെ കുറിച്ചാണ് ഈ പറയുന്നത്. അത് വാനലോകത്ത് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ കോടാനകോടി മലക്കുകൾ വിറച്ച് അവരുടെ ബോധം പോയതുപോലെ നിൽക്കുന്നുണ്ടാവും അവർ. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം അവർക്ക് വരുന്നത് വരെ. അങ്ങനെ ജിബ്രീൽ വന്നാൽ ഫുസ്സിയാൻ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തെ തൊട്ടെന്ത് ചെയ്യും? വെളിവാക്കപ്പെടും. അവരുടെ ആ പേടിയൊന്ന് ജിബ്രീലിന് വരുന്നതോടുകൂടി അവർക്കൊക്കെ ഒരാശ്വാസം, ഒരു സമാധാനത്തിൻ്റെ നെടുവീർപ്പിടെ അവർ. അപ്പോൾ അവർ ജിബ്രീലിനോട് ചോദിക്കും, മാതാ കാല റബ്ബുക്ക്, എന്താ ജിബ്രീലെ അള്ളാഹു തആല എന്താ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ ജിബ്രീൽ പറയും, അൽ ഹഖ, അള്ളാഹു സുബ്ഹാനഹു വ തആല ക്രമപ്രകാരമായ ന്യായപ്രകാരമുള്ള കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ അവർ പറയും, മലക്കുകൾ അൽ ഹഖ അൽ ഹഖ എന്ന് പറയും, അതായത് ഞങ്ങൾ ഇതിനെ വാസ്തവമാക്കുന്നു എന്ന് മലക്കുകൾ പറയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വഹയിൻ്റെ ഏത് വഹയാണെങ്കിലും വാനലോകത്ത് നടക്കുന്നത് അതിഭയാനകമായൊരു സംഭവമാണ്. അതിവിടെ ഇറക്കിക്കൊണ്ടുവരുമ്പോൾ ചിലത് ഏറ്റ് വരുമ്പോൾ ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വരുന്നു. ചിലത് വരുമ്പോൾ നബി ജിബ്രീലിനെ കാണാത്ത കോലത്തിൽ അതേറ്റ് വരുന്നു. ചിലത് ഒരു സ്വപ്നത്തിൻ്റെ രൂപത്തിലാകുന്നു. അതേപോലെ ഇങ്ങോട്ട് ഇറക്കിയാൽ അത് താങ്ങാനാവില്ല.
അത്രയും ഭീകരമാണ്. അപ്പോൾ അത് വ്യത്യസ്തമായ രൂപത്തിൽ അള്ളാഹു തആല ഇറക്കി കൊടുക്കുകയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീത്തിൽ കാണാം, ഹാരിസ് ബിൻ ഹിഷാം റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ ചോദിക്കുക, നബി എങ്ങനെ നിങ്ങളിലേക്ക് വഹി വരാറുള്ളത്? അപ്പോൾ നബി പറയാണ്, അഹ്യാനൻ, ചിലപ്പോൾ യഅ്തീനി മിസ്ല സൽസലത്തിൽ ജറസി, ഇങ്ങനെ മണിമുഴക്കം പോലെയുള്ള അതിഭീകരമായ ശബ്ദമായിരിക്കും. അശദ്ദു അലയ്യ, അതെനിക്ക് ഭയങ്കര പ്രയാസമുള്ളതായിരിക്കും. അങ്ങനെ ആ വഹി മുറിഞ്ഞാണ് പോകുമ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറേ കാര്യങ്ങൾ മനഃപ്പാടമാക്കിയിട്ടുണ്ടാകും. എന്നാൽ വഹ്യാന യതമസ്സലു ലിയൽ മലക്കു, ചിലപ്പോൾ മലക്ക് എൻ്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ വരും. ഫയുക്കല്ലിമുനി, അപ്പോൾ അദ്ദേഹം സംസാരിക്കും, മനുഷ്യനായിട്ട് ഇങ്ങനെ സംസാരിക്കും. ഫഅയിമായക്കൂല, അപ്പോൾ ആ മലക്ക് പറയുന്നത് ഞാൻ മനഃപ്പാടാക്കും. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, വലഖദ് റഅയ്തുഹു യൻസിലു അലൈഹിൽ വഹ്യു ഫിൽ യൗമി ശദീദിൽ ബർദ്, അതിഭീകരമായ തണുപ്പുള്ള ദിവസം നബിക്കൊരിക്കൽ വഹി ഇറങ്ങി വരികയാണ്. അങ്ങനെ നോക്കുമ്പോൾ വ ഇന്ന ജബീനഹു ലയതഫസ്സദു അറഖാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുരികത്തിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഉണ്ട് ഭയങ്കര വിയർപ്പ്. അതികഠിനമായ തണുപ്പത്ത് അതികഠിനമായ വിയർപ്പിൽ കുളിച്ചിരിക്കുന്നു റസൂലുള്ളാഹി, കാരണം വഹിയിൻ്റെ സാന്നിധ്യം കൊണ്ട്. അപ്പോൾ ആ രൂപത്തിലും വഹി വരാറുണ്ട്. അപ്പോൾ നമ്മൾ നാലാമത്തെ രൂപമാണ് പറഞ്ഞത്. അതേപോലെ തന്നെ മഹാനായ ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം, അസ്മാ റളിയല്ലാഹു അൻഹ പറയാൻ, നസലത്ത് സൂറത്തുൽ മാഇദത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമിയൻ, മാഇദ സൂറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മുഴുവൻ ഇറങ്ങി. ഇൻ കാന്തത്ത് മിൻ സിഖലിഹാ ലതക്സിറുൻ നാഖ, ആ സൂറത്ത് ഇറങ്ങുമ്പോൾ നബി ഒരു ഒട്ടകത്തിൻ്റെ മുകളിലാണ്. ആ ഒട്ടകത്തിൻ്റെ കാല് മുറിഞ്ഞു പോകും എന്ന് തോന്നുന്ന രൂപത്തിൽ ഭാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായി. അത്രയും ശക്തനായ ഒട്ടകമാണ്. പക്ഷേ ആ വഹി നബിക്കൊണ്ട് ഇറങ്ങിയപ്പോൾ ആ ഒട്ടകം ഇങ്ങനെ നടക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്കറിയാലോ, താങ്ങാനാവാത്തൊരു ലോഡ് ഒരു മൃഗത്തിൻ്റെ മുകളിലേക്ക് വെച്ചാൽ അതിങ്ങനെ ചായുകയും അതിൻ്റെ കാലിങ്ങനെ വളയൊക്കെ ചെയ്യൂലേ, എന്നതുപോലെ ആ ഒട്ടകത്തിൻ്റെ കാല് മുറിഞ്ഞു പോകുമോ എന്ന് തോന്നിക്കുന്ന രൂപത്തിലേക്ക് ആ ഒട്ടകമായി മാറി. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരിക്കൽ മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇമാം ബുഖാരിയുടെ സഹീൽ 2832 നമ്പർ ഹദീത്ത് കാണാം. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വരുമ്പോൾ ഫഖിദുഹു അലാ ഫഖിദി, നബിൻ്റെ കാലിൻ്റെ തൊട എൻ്റെ കാലിൻ്റെ തുടമ വെച്ചിട്ടുണ്ട്. ഫസഖുലത്ത് അലയ്യ ഹത്താ ഖിഫ്തു അൻ തറുല്ല ഫഖ്ദി, അപ്പം നബിൻ്റെ കാലിൻ്റെ തൊട എൻ്റെ കാലിൻ്റെ തുടമ വെച്ചപ്പോൾ ആ സമയത്ത് വഹി വന്നു. നബിക്ക് വഹി വന്നപ്പോൾ എനിക്ക് ആ ഭാരം കൊണ്ട് എൻ്റെ തൊടയിൽ മുറിയോന്ന് എനിക്ക് തോന്നിപ്പോയി, അജാതി ഭാരം എനിക്കുണ്ടായി. അപ്പോൾ വഹിൻ്റെ ഓരോ രംഗങ്ങൾ, ഇപ്പോൾ നാലാമത്തെ രൂപമാണ് നമ്മൾ പറഞ്ഞത്, വലിയ ശബ്ദമുണ്ടായിക്കൊണ്ട് വരും. ആ സമയത്തുള്ള വഹി അതികഠിനമാണ്, പ്രവാചകന് വലിയ വിയർപ്പും ഒക്കെ സംഭവിക്കുന്നത്. പിന്നെ അഞ്ചാമത്തത് നബിക്ക് വരുന്ന വഹി മലക്കിൻ്റെ ഒറിജിനൽ രൂപത്തിൽ വന്നുകൊണ്ട് മലക്കിൻ്റെ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. അത് സൂറത്ത് നജ്മിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ വലഖദ് റആഹു നസ്ലതൻ ഉഖറ ഇൻദ സിദ്റത്തിൽ മുൻതഹ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാമർശം ഖുർആനിൽ അല്ലാഹ് നടത്തി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ വെച്ചുകൊണ്ട് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാമർശം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒറിജിനൽ രൂപത്തിൽ കണ്ടുകൊണ്ടിട്ടുള്ള വഹി, അത് ഒന്ന് അവിടെ വെച്ചുകൊണ്ടാണ്, സിദ്റത്തുൽ മുൻതഹയുടെ അവിടെ വെച്ചുകൊണ്ട്. മറ്റൊന്ന് ഭൂമിയിൽ വെച്ചുകൊണ്ട് തന്നെ. ഇമാം ബുഖാരിയുടെ സഹീൽ 3238 നമ്പർ ഹദീത്തിൽ വിവരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, നബിക്ക് വാറിഹിറയിൽ വഹി വന്നു, എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നബിക്ക് വഹി നിലച്ചുപോയി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, സുമ്മ ഫതറ അന്നിൽ വഹ്യു ഫതറത്തൻ, പിന്നെ കുറച്ച് നാൾ വഹി വന്നില്ല. അങ്ങനെ ബൈനമാ അന അംശി, ഞാനിങ്ങനെ നടക്കുമ്പോൾ സമയത്തു സൗത്തമ്മിന സമ, ആകാശത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കും. അങ്ങനെ ഞാൻ എൻ്റെ കണ്ണ് ആകാശത്തേക്ക് ഉയർത്തി. അപ്പോൾ നോക്കൂ, ഫഇദൽ മലക്കുല്ലദീ ജാഅനി ബിഹ്റാ, വാറിഹിറിയിൽ വന്ന മലക്കുണ്ട് നിൽക്കുന്നു. എവിടെയെന്നറിയോ? ഖായിദുൻ അലാ കുർസിയിൻ ബൈന സമായി വൽ അർദ്, ആകാശത്തിൻ്റെയും ഭൂമിൻ്റെയും ഇടയിൽ
ഒരു കസേരയിൽ ഇങ്ങനെ ആകാശം ഭൂമി മുട്ടുന്ന രൂപത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് മലക്ക്. അങ്ങനെ മഹാനവറുകൾ പറയാണ്, ഫജീത്തു അഹ്ലി ഫഖുൽതു സമ്മിലൂനി സമ്മിലൂനി, ഞാൻ പേടിച്ച് എൻ്റെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു എനിക്ക് പുതപ്പിട്ട് മൂടി തരൂ എന്ന് പറഞ്ഞു എന്ന് പറയുന്ന സംഭവം. ഹദീസ് വളരെ സുദീർഘമാണ്. ഏതായിരുന്നാലും അപ്പോൾ ഭൂമിയിൽ വെച്ച് ഒരു പ്രാവശ്യവും സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ വെച്ച് മിഅ്റാജിൻ്റെ അന്ന് ഒരു പ്രാവശ്യവും റസൂലുള്ളാഹിക്ക് ജിബ്രീലിനെ പൂർണ്ണമായ ജിബ്രീലിൻ്റെതായ രൂപത്തിൽ കാണാൻ സാധിച്ചു എന്ന് നമുക്ക് ഹദീസുകളിൽ നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ ജിബ്രീലിനെ രണ്ട് രൂപത്തിൽ സ്ഥലത്താണ്, സന്ദർഭത്തിലാണ് ജിബ്രീലിൻ്റെ ഒറിജിനൽ രൂപത്തിൽ കണ്ടത്. ഒന്ന് സിദ്റത്തുൽ മുൻതഹയുടെ അവിടെ, ഒന്ന് ഭൂമിയിൽ വെച്ചുകൊണ്ടും. സിദ്റത്തുൽ മുൻതഹയുടെ അവിടെ വെച്ചുകൊണ്ട് കണ്ടത് അള്ളാനെ കണ്ടു എന്നൊക്കെ പലരും തെറ്റിദ്ധാരണകൾ പറയാറുണ്ട്. അത് ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സൂറത്ത് നജ്മിലെ 13-ാമത്തെ ആയത്ത് മുതൽ 18-ാമത്തെ ആയത്ത് വരെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണ്, ലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ, മറ്റൊരു ഇറക്കത്തിലും അദ്ദേഹം മലക്കിനെ കണ്ടു. ലഖദ് റആഹു, അദ്ദേഹത്തെ കണ്ടു. ആരെ? മലക്കിനെ കണ്ടു. നസ്ലതൻ, ഒരു ഇറക്കത്തിൽ, ഉഖ്റാ മറ്റ്. അപ്പോൾ മറ്റൊരു ഇറക്കത്തിലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്. ബുഖാരി തന്നെ കാണാൻ കഴിയും. റആ ജിബ്രീല ലഹു 600 ജനാഹിൻ, 600 ചിറകോട് കൂടെയാണ് റസൂലുള്ള കണ്ടത്. അപ്പോൾ ജിബ്രീലിൻ്റെ ഒറിജിനൽ രൂപത്തിലാണ് 600 ചിറകാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ കണ്ടു. അപ്പോൾ ഈ രൂപത്തിലൊക്കെയാണ് വഹ്യ് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഏഴാമതായി വഹ്യ് വരുന്നത്, ഇപ്പം നമ്മൾ ആ രൂപം പറഞ്ഞു, ഏഴാമതായി വഹ്യ് വരുന്നത് അള്ളാഹു തആല നേരിട്ട് പ്രവാചകന്മാരോട് സംസാരിക്കുക എന്നുള്ളതാണ്. അള്ളാഹ് നേരിട്ടാണ് സംസാരിക്കുക. അങ്ങനെ നേരിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയോട് സംസാരിച്ചിട്ടുണ്ടോ? നിങ്ങളെ അഭിപ്രായം എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയോട് നേരിട്ട് സംസാരിച്ചു എന്നതിന് വല്ല രേഖകളുണ്ടോ? ആ ഹദീസ് പറഞ്ഞോളൂ. ഏത് പ്രവാചകനോടും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മറന്റെ അപ്പുറത്ത് നിന്നേ സംസാരിക്കൂന്ന വഹ്യ്. ഏത് പ്രവാചകനോടും അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് സംസാരിച്ചത് ആരോടാ? അങ്ങനെ പറ. മൂസ അലൈഹിസ്സലാം എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിമുൽ ജൗസി തൻ്റെ ഇഅ്ലാമുൽ മുവഖ്ഖീനിൽ പഠിപ്പിക്കുന്ന ഉദ്ധരണി ഞാൻ വായിക്കാൻ ശ്രദ്ധിക്കും. അസ്സാബിയതു, ആറാമത്തെ രൂപം 7 ആകാശത്തിന് മുകളിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനെ നേർക്ക് നേരെ കാണിപ്പിച്ചു കൊടുത്ത് ജിബ്രീലുമായിട്ട് സംവദിച്ചു എന്നുള്ളതാണ് കേട്ടോ. പിന്നെ 7ാമത്തെ രൂപം എന്താണ്? കലാമുല്ലാഹി ലഹു മിൻഹു ഇലൈഹി ബിലാ വാസിതതി മലക്കിൻ, അള്ളാഹു പ്രവാചകനോട് ഒരു മലക്കിൻ്റെ ഇടയാളനാവലില്ലാതെ നേരിട്ട് സംസാരിക്കലാണ്. കമാ കല്ലമല്ലാഹു മൂസ ബിൻ ഇമ്രാന, മൂസ അലൈഹി സ്വലാമിനോട് അള്ളാഹ് സംസാരിച്ചതുപോലെ. വഹാദിഹിൽ മർത്തബത്തു, ഈ നേരിട്ട് അള്ളാഹു പ്രവാചകനോട് സംസാരിക്കുക എന്ന സ്ഥാനം ഹിയ സാബിത്തത്തുൻ ലി മൂസ, ഇത് മൂസ അലൈഹി സ്വലാമിന് സ്ഥിരപ്പെട്ടതാണ്. ഖത്അൻ, ഉറപ്പായും ബിനസ്സുൽ ഖുർആൻ, ഖുർആനിൻ്റെ വ്യക്തമായ പ്രഖ്യാപനം കൊണ്ട്. എന്താണ്? വലമ്മാ ജാ മൂസ ലിമീഖാതിന വകല്ലമഹു റബ്ബുഹു ഖാല റബ്ബി അരിനി അൻദുറു ഇലൈക്. അല്ലേ? എന്താണ് പറഞ്ഞത്? മൂസ അലൈഹിസ്സലാം നമ്മുടെ നിശ്ചിത സമയത്തിന് വരികയും എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളോട് സംസാരിക്കുകയും ചെയ്തു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരിട്ട് അള്ളാഹു സംസാരിക്കുക എന്നുള്ളത് മൂസ അലൈഹിസ്സലാമിന് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലേ? അപ്പോൾ ഈ രൂപങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ വല്ല സംശയമുണ്ടോ? ഒന്നുമില്ലല്ലോ. ഓക്കെ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലും മദീനയിലും ആറാമത്തത് 7 ആകാശത്തിൻ്റെ മുകളിൽ വെച്ചുകൊണ്ടുള്ള മലക്കുമായുള്ള സംവദിക്കൽ കേട്ടോ. കാരണം എന്താ വെച്ചാൽ സിദ്റത്തുൽ മുൻതഹയുടെ അവിടെ വെച്ചിട്ട് അവിടെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. അതൊക്കെ നമുക്ക് വിവരിക്കണം കേട്ടാ.
ശരിയായോ? എങ്ങനെ? കേൾക്കണില്ല ഞാൻ. ആ ആ മൂപ്പരെ ചോദ്യം മനസ്സിലായവരൊന്ന് റിപ്പീറ്റ് ചെയ്താണ്. ആ ആരെങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്യുക ചോദ്യം. ഞാൻ ആറാമത്തെ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി തൻ്റെ ഏലാമുൽ മുവഖ്ഖീനിൽ പറഞ്ഞ ഇബാർത്തിയാണ് വായിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അസാദിസത്തു ആറാമത്തത് മാ ഒരു വഹിയാണ്. എങ്ങനത്തെ ഒന്നാണ്? ഔഹാഹു ആ വഹിയിനെ അറിയിച്ചിരിക്കുന്നു അല്ലാഹു അല്ലാഹു. ഏതവസ്ഥയിൽ? വഹുവ ആ നബിയാകുന്നത് ഫൗക്കസ്സമാവാത്തി ആകാശങ്ങളുടെ മേലെയാണ്. ഏത് സമയത്ത്? ലൈലത്തുൽ മിഅറാജ് മിഅറാജിൻ്റെ രാത്രിയിൽ. അതെന്തിനാലാണ്? എന്തൊക്കെയാണ് വഹി അറിയിച്ച കാര്യങ്ങൾ? മിൻ ഫർളി സ്വലാത്തി നിസ്കാരം ഫറലാക്കുന്നതിനാലും ഒയിരിയാതല്ലാത്തതിനാലും. ഇതാണ് ആറാമത്തെ കാര്യം ഇബ്നുൽ ഖയ്യിമുൽ ജൗസി തൻ്റെ ഏലാമുൽ മുവഖ്ഖീനിൽ പറയാണ്. ഇനി പറയൂ ജയ്സൽ, മനസ്സിലായ? ഓക്കെ ആണോ? ഓരെ മ്യൂട്ട് ഒഴിവാക്കി കൊടുക്ക്. ഓക്കെ ശരി ശരി. എന്നാൽ നമുക്ക് അടുത്തേക്ക് പോവാം. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് തരുമോ? ഈ വഹിയൊക്കെ വരുന്ന കാലത്ത് എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ അവസ്ഥ എന്നുള്ളതാണ്. ശരിക്കും ശ്രദ്ധിക്കട്ടോ. ഈ വഹിയൊക്കെ വരും പോവുകയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു പൊതുവേ ഉള്ളൊരവസ്ഥ. വിധങ്ങൾക്ക് വഹി വരുന്നുണ്ട് പോകുന്നുണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു അവസ്ഥ എന്നുള്ള ഇമാം മുസ്ലിം അവിടുത്തെ സഹീൽ ഉദ്ധരിക്കുകയാണ്. 2353 നമ്പർ ഹദീസ് കേട്ടോ. അങ്ങനെ നോട്ട് ചെയ്ത് വെക്കണം. ആ ഹദീസ് ആരും പറയാതെ പോലെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി മക്കത്ത ഖംസ അശറത്ത സന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ 15 വർഷം താമസിച്ചു. അത് 15ഓ 10ഓ എത്രയെങ്കിലും ആയിക്കോട്ടെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞു എടാ. എന്നിട്ട് പറയാണ് യസ്മൗ സൗത. നബി മക്കത്ത് താമസിക്കുമ്പോൾ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കും എടാ വഹിൻ്റെ. വയറല്ലൗ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രകാശം ഇങ്ങനെ കാണും. സബഅസന 7 വർഷം ഇങ്ങനെ ശബ്ദം കേൾക്കും, പ്രകാശം കാണും. അങ്ങനെയൊക്കെയായിരുന്നു. വലായറ ഷൈഅൻ ഒരു വസ്തുവിനെയും കാണൂല. എന്താ 7 വർഷം 15 വർഷം അവിടെ താമസിച്ചപ്പോൾ 7 വർഷം ശബ്ദം ഇങ്ങനെ കേൾക്കും, പ്രകാശമൊക്കെ ഇങ്ങനെ കാണും, ഒരു വസ്തുവിനെയും കാണൂല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വസമാന സിനീന യൂഹാ ഇലൈഹി 8 വർഷം ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വഹി ഇങ്ങനെ വരും. വാക്കാബിൽ മദീനത്തെ അഷറൻ മദീനയിൽ 10 വർഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഹദീസ്. ഇത് ഒരു വലിയൊരു ആശയത്തെ വളരെ ചുരുക്കി പറയുകയാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷനാവും. അപ്പം ഞാൻ അതിൻ്റെ വിശദീകരണം ഇമാം നവവി പറയുന്നത് പറഞ്ഞുതരാം. അതാ നിങ്ങൾ മെയിൻ പരിഗണിക്കട്ടെ കേട്ടോ. ഇമാം നവവി പറയാണ് ഈ ഹദീസ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ? യസ്മൗ സൗത വയറല്ലൗ ആ നബി ശബ്ദം കേൾക്കും, ഒരു ലൈറ്റും ഇങ്ങനെ കാണും. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഐ സൗത്തൽ ഹാത്തിഫി ബിഹി മിനൽ മലായികത്തി മലക്കുകളിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ കേൾക്കും. ഹാത്തിഫ്, നമ്മൾ ഹാത്തിഫിന് ഫോണിൽ നിന്നാ പറയട്ടോ. ഹാത്തിഫ് സക്കർ ഹാത്തിഫക്ക് എന്ന് പറയും അറബികളൊക്കെ ഇതിലല്ലേ. ഹാത്തിഫ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ മലക്കിൻ്റെ ശബ്ദത്തെയാണ് ഹാത്തിഫ് എന്ന് പറയുക. അശ്രീരി എന്നറിയില്ലേ, അതാണ്. പക്ഷേ ഇന്ന് ഫോണിനെ ഉപയോഗിക്കുന്നു. അപ്പോൾ മലക്കിൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കും. വയറല്ലൗ ആ ഐ നൂറൽ മലായികത്തി മലക്കിൻ്റെ പ്രകാശം ഇങ്ങനെ കാണും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വനൂറ ആയാത്തില്ലാഹി തആല ഹത്താ റഅൽ മലക ബിഐനിഹി വശാഫഹു ബിവഹ്യില്ലാഹി തആല. ചില സമയത്ത് എന്ത് ചെയ്യും? മലക്കിനെ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുകൊണ്ട് തന്നെ കാണുകയൊക്കെ ചെയ്യും. അപ്പോൾ വഹി കൊണ്ട് ചുമതലപ്പെടുത്തപ്പെട്ട മലക്കിനെ ചിലപ്പോൾ കാണും, ചിലപ്പോൾ ലൈറ്റ് ഇങ്ങനെ കാണും, ചിലപ്പോൾ ശബ്ദം ഇങ്ങനെ കാണും. വ്യത്യസ്തമായ രൂപത്തിലായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത് വന്നിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ആരും ഇനി പറ്റൂല എന്നർത്ഥം. കാരണം എന്താ പറയുക,
അപ്രതീക്ഷിതമായ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമുക്കൊക്കെ കാലിൻ്റെ തള്ളാമ്പരലിൻ്റെ അവിടുന്ന് മൂർദാവ് വരെ ഉണ്ടാവും ഒരു തരിപ്പ്. നമ്മളൊക്കെ രാത്രി നാട്ടിൽ കൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു തെങ്ങ് പെട്ടെന്ന് വീണ് കഴിഞ്ഞാൽ നാവിൻ്റെ ഒക്കെ വണ്ണ ഇരട്ടിയായിട്ടുണ്ടാവും, രോമൊക്കെ നീച്ച് ഇങ്ങനെ 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 ആളുണ്ടാവും. അള്ളാഹിൻ്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല. ഇതിന് പാകപ്പെടുത്തി അള്ളാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അറിയും, ഈ വഹി ഇറങ്ങിയ കാലത്ത് കുറേ മനുഷ്യന്മാരവിടെ ഉണ്ടായിരുന്നല്ലോ, സഹാബാക്കൾ. ആ സഹാബാക്കൾക്ക് ഈ വഹിയുള്ള കാലത്ത് അവർ ജീവിച്ചത് കൊണ്ടുള്ള ഒരു പ്രത്യേകത ഉണ്ട്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. സഹാബത്തിനെ കുറിച്ചും അവരുടെ ഏകീകരിക്കപ്പെട്ട അഭിപ്രായത്തെക്കുറിച്ചും അവർ പറയുന്ന ഫിഖ്ഹി മസലകളെ കുറിച്ചൊക്കെ നമ്മൾ നൽകേണ്ട വില, പ്രത്യേകിച്ച് സലഫി മന്നജ് എന്ന് പറയുന്ന മന്നജ് ഉണ്ടല്ലോ, ആ മന്നജിൻ്റെ നമ്മളുടെ അടിത്തറ. നമ്മളൊരു വീട് കെട്ടുകയാണെങ്കിൽ അതിന് നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ മണ്ണിൻ്റെ അടിയിലും അതുപോലെ അതിൻ്റെ മുകളിൽ കരിങ്കല്ല് കെട്ടിയിട്ട് മുകളിലും ഒരു ബെൽറ്റ് ഇടും. ആ രണ്ട് ബെൽറ്റിൻ്റെയും സ്ഥാനത്താണ് സഹാബാക്കൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണെന്ത് തരുമോ, ഫസ്ലുൻ ഫിർ മഹ്മൂദ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ അഭിപ്രായം പറഞ്ഞാൽ ആരുടെ അഭിപ്രായമാണ് ഏറ്റവും സ്തുത്യർഹമായ അഭിപ്രായം എന്നറിയാമോ? അല്ലദീന ഷാഹദു തൻസീൽ, വഹി ഇറങ്ങണ സമയത്ത് അതിന് ദൃക്സാക്ഷികളായ ആളുകളാണ് റസൂലുള്ളാഹിന്റെ സഹാബാക്കൾ. ആ വഹി ഇറങ്ങുന്ന സമയത്ത് അവരവിടെ ഉണ്ട്. അവരുടെ മഹത്വം എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല, അവർ വളരെ വലിയ മഹാരഥന്മാരാണ്. ലൈസ മിഥല സ്വഹാബത്തി അഹദുൻ, സഹാബാക്കളെ പോലെ ഒരാളും ഭൂമിന്റെ മുകളിലില്ല. വൽ മഖ്സൂദു അന്ന അഹദം മിമ്മൻ ബഅദഹും ലാ യുസാവിഹിം ഫി റഅയിഹിം, സഹാബാക്കളുടെ അഭിപ്രായത്തെ വെല്ലാൻ അവർക്ക് ശേഷം വന്ന ഒരാളുടെ അഭിപ്രായത്തിനും ഒരു വിലയുമില്ല. കൈഫ യുസാവിഹിം, എങ്ങനെയാണ് അവരോട് അവർ സമമാകുക? ഖദ് കാന അഹദുഹും യററയ ഫയൻസിലുൽ ഖുർആൻ ബിമുവാഫഖതിഹി, അവരിങ്ങനെ ജീവിക്കുമ്പോൾ ഒരു അഭിപ്രായം ഇങ്ങനെ പറയുമ്പോൾ അവരുടെ അഭിപ്രായത്തോട് യോജിച്ച് അള്ളാഹിൻ്റെ ഖുർആനിൻ്റെ ആയത്ത് ഇങ്ങനെ ഇറങ്ങും. ഏതുപോലെ കമാറ ഉമർ റളിയല്ലാഹു അൻഹു ഫി ഉസാറ ബദ്രിൻ അൻ തുളറബ അഅനാകും ഫനസലൽ ഖുർആൻ ബിമുവാഫഖതിഹി. ബദരീങ്ങൾ 70ഓളം ആളുകളെ വധിച്ചു, കുറേ ആളുകളെ പിടിച്ച് തടവുകാരാക്കുകയൊക്കെ ചെയ്തല്ലോ. ആ സമയത്ത് ഈ തടവുകാരെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു റസൂൽ സിദ്ദീഖുൽ അക്ബറിനോടും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവരോടും. അപ്പോൾ സിദ്ദീഖുൽ അക്ബർ അള്ളാഹിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു, ഉമറുൽ ഫാറൂഖ് അതിൻ്റെ നേരെ എതിരെ അഭിപ്രായം പറഞ്ഞു. റസൂലുള്ള ഉമറുൽ ഫാറൂഖിൻ്റെ അഭിപ്രായം സ്വീകരിക്കാതെ സിദ്ദീഖുൽ അക്ബറിൻ്റെ അഭിപ്രായം സ്വീകരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തണ്ട് ഇറക്കി. സൂറത്ത് അംഫാലിലെ 67-ാമത്തെ ആയത്ത്, ഉമറുൽ ഫാറൂഖിൻ്റെ അഭിപ്രായം മാ കാന ലി നബിയ്യിൻ അൻ യകൂന ലഹു ഉസ്റാ എന്ന് പറഞ്ഞിട്ടുള്ള ആയത്ത് ഇങ്ങോട്ട് ഇറക്കി. അതായത് ആ യുദ്ധത്തടവുകാരുടെ അതിലെ ഏറ്റവും കുരുമൂത്ത എന്താ പറയുക മുശ്രിക്കിൻ്റെ കൊടി പിടിക്കുന്ന വലിയ നേതാക്കന്മാരൊക്കെ വെട്ടി കൈകാര്യം ചെയ്ത് അവരെ കൊന്നുകളയണം എന്നുള്ള രൂപത്തിൽ ഉമറുൽ ഫാറൂഖിൻ്റെ പ്രഖ്യാപനം റസൂലുള്ളാഹിന്റെ മുന്നിൽ അത് പരിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റെടുക്കുക. അപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു അഭിപ്രായം പറയുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ എന്ത് ചെയ്യാണ്? ആ അഭിപ്രായത്തെ അംഗീകരിച്ച് ഖുർആൻ കൊണ്ട് ഇറങ്ങുകയാണ്. എത്ര വിലയാണ് അതിനുള്ളത്? സഹാബിയുടെ അഭിപ്രായത്തിന് അംഗീകാരം ഏഴാകാശത്തിന് മുകളിൽ അർശിന് മുകളിൽ നിന്ന് അംഗീകാരം നൽകപ്പെടുകയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ മറയിലിരിക്കണം. വൈദാ സഅൽതുമുഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ് എന്നുള്ള ആയത്ത്. അവരോട് നബിൻ്റെ ഭാര്യമാരോട് നിങ്ങൾ വല്ലതും ചോദിക്കുകയാണെങ്കിൽ മറൻ്റെ ബാക്കിൽ നിന്നിട്ട് ചോദിക്കണം, നേർക്ക് നേരെ ചെല്ലരുത് എന്ന ആയത്തിറങ്ങിയ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ എല്ലാ ജാതി മനുഷ്യന്മാരും വരുന്നുണ്ട് ഇവിടെ, അതുകൊണ്ട് നിങ്ങളെ ഭാര്യമാർ മറയിൽ നിൽക്കണം, അവർ നേരിട്ട് അങ്ങനെ വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉമറുൽ ഫാറൂഖ് അഭിപ്രായം പറഞ്ഞപ്പോൾ പരിശുദ്ധ ഖുർആൻ ആയത്തിറക്കി. ആർക്ക്? സ്വഹാബിയുടെ അഭിപ്രായത്തിന് അനുഗുണമായി ആയത്താണ് ഇറങ്ങുന്നത്. അതുപോലെ മഖാം ഇബ്രാഹിം മുസല്ല, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നബിനോട് പറഞ്ഞു, നബിയെ ഈ ഇബ്രാഹിം നബിൻ്റെ മക്കാം ഉണ്ടല്ലോ, ഇബ്രാഹിം മക്കാം, അവിടെ നമുക്കൊരു നിസ്കരിക്കാനുള്ള ഒരു ഇടാക്കുകയാണെങ്കിലോ? ഉമറുൽ ഫാറൂഖിൻ്റെ അഭിപ്രായം. എന്താ ഉമറുൽ ഫാറൂഖ് അങ്ങനെ പറയാൻ കാരണം നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പല കാരണങ്ങളും ഉണ്ടാവും. ഒന്ന്, ഒരു കല്ലിൻ്റെ മുകളിൽ ഒരു പ്രവാചകന്റെ കാൽപാദം അവിടെ അങ്ങോട്ട് പതിഞ്ഞിരിക്കുകയാണ്. ഒരു കല്ലിൻ്റെ മുകളിലും ഒരാളെ കാലും പതിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞു, വലിയ ദൃഷ്ടാന്തമുണ്ട്, വ്യക്തമായ ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞു ഇബ്രാഹിം മഖാമിനെ അള്ളാഹ് ചൂണ്ടിക്കാണിച്ചു.
അപ്പോൾ അത്രയും മഹത്തായ ഒരു സംഭവം. അവിടെ നമ്മൾ 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ഒരു നല്ല കാര്യമാവുമല്ലോ എന്ന് ഉമറുൽ ഫാറൂഖ് അഭിപ്രായം. ഉടനെ വരുന്നു, വഹി വരികയാണ്. തഖ്ദു മഖാം ഇബ്രാഹിം മുസല്ല. നമ്മൾ തവാഫ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ ഇബ്രാഹിം മക്കാമിൻ്റെ അവിടെ പോയി നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ ആയത്തോതിയിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഒരു സഹാബിയുടെ അഭിപ്രായത്തിന് അള്ളാഹ് വില നൽകുകയാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ ഒരിക്കൽ ചെറിയ രൂപത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ചക്രവർത്തിമാരുടെ ശൈലികൾ സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ മഹാനവറുകൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം നിങ്ങളെ സർവ്വെണ്ണത്തിന് തലാക്കിയിട്ട് വേറെ പെണ്ണുങ്ങളോട് കടിച്ചു കൊടുക്കുക, അല്ലാഹു തആല അനുവദിക്കുമെന്ന് പറഞ്ഞു ഉമറുൽ ഫാറൂഖ് ആകെ ബഹളം വെച്ച്. അപ്പോൾ മഹാനവറുകൾക്ക് അനുകൂലമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, സൂറത്ത് തഹരീമിൽ 5-ാമത്തെ ആയത്ത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ, മദീനയിലെ മുനാഫിക്കുകളുടെ നേതാവ്, അവൻ മരിച്ചു. അവൻ്റെ മകൻ പറഞ്ഞു, നബിയെ, മൂപ്പര് മുസ്ലിമാ, നിങ്ങളൊന്ന് വരും, ബാപ്പാൻ്റെ മയ്യത്ത് സ്കരിക്കണം. മദീനയിലെ മുനാഫിക്കുകളുടെ നേതാവ് എന്ന് പറയുന്ന മനുഷ്യൻ മുസ്ലിമായിട്ടാണ് നടക്കുന്നത് കേട്ടോ. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. മദീനയിലെ മുനാഫിക്കുകൾ 300 ചില്ലാനം മുനാഫിക്കുകളുണ്ട്. ആ മുനാഫിക്കുകൾ ഒരൊറ്റൊന്നിനെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മദീന പള്ളിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അവരൊക്കെ നബിൻ്റെ സഹാബാക്കളുടെ കൂട്ടത്തിൽ പരിഗണിക്കുകയാണ്. അവരെ മുഴുവനും മദീനയിൽ ബഖീഉൽ ഗർഖദിൽ മറമാടുകയാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് മുനാഫിക്കിനെ അള്ളാഹ് വഹയിലൂടെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. നബിയുടെ സ്വകാര്യ സൂക്ഷിപ്പുകാരായ ആളുകൾക്ക് അറിയിച്ചും കൊടുത്തിട്ടുണ്ട്. ഉമറുൽ ഫാറൂഖ് വരെ വന്നിട്ട് പറയും സ്വകാര്യ സൂക്ഷിപ്പുകാരോട് ചോദിക്കും, ഇന്നെപ്പറ്റി മുനാഫിക്കുകളുടെ ലിസ്റ്റിൽ നബി പറഞ്ഞു നീന്നോന്ന് ചോദിക്കും. അപ്പോൾ അത്രയും ഒക്കെ ആയിട്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവരൊക്കെ ആ പള്ളിയിൽ ഉൾക്കൊണ്ടു. എന്തിനറിയോ? സമൂഹത്തിൽ ഫസാദും പിത്തനെയും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി. അവരാണ് പുറത്തായി കഴിഞ്ഞാൽ കണ്ടോ, സ്വന്തം ആൾക്കാരെയാണ് ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത്, പിന്നെ എത്തത്തെ അയാളെ കഥ എന്ന് മനുഷ്യൻ പറഞ്ഞ ആകെ പ്രശ്നമാവും. അപ്പോൾ സമൂഹത്തിൻ്റെ ഐക്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ള സാമൂഹികമായ ഒരു ബാധ്യത പ്രവാചകൻ അവിടെ നിറവേറ്റാണ്. ആ നേതാവ് മരണപ്പെടുമ്പോഴാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇടപെടുന്നത്. എന്താ പറയുന്നോ, നബിയെ, ഇന്നഹു മുനാഫിഖുൻ, ഓ കപട വിശ്വാസിയാണ്, നിങ്ങൾ നിസ്കരിക്കരുത്, അവൻ്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കരുത്. അപ്പോഴാണ് സൂറത്ത് തൗബയിൽ 84-ാമത്തെ ആയത്ത് ഇറങ്ങുന്നത്, ലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ വലാ തഖും അലാ ഖബരിഹി. നിസ്കരിക്കരുത് അവരുടെ പേരിൽ, അവൻ്റെ കബറിങ്ങ പോയി നിൽക്കരുത് നിങ്ങൾ എന്ന് പറഞ്ഞ അള്ളാഹിൻ്റെ വിലക്ക് വരുന്നത്. നോക്കൂ നിങ്ങൾ, ആരാണിത്? സ്വഹാബിയുടെ പ്രഖ്യാപനമാണ്. അതേപോലെ നമുക്ക് കാണാൻ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ ഗോത്രക്കാർ പ്രശ്നം ഉണ്ടായപ്പോൾ മഹാനവറുകൾ വിധി പറഞ്ഞാൽ ഞങ്ങൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞു, മഹാനവറുകളുടെ ആളുകളായ ആൾ. അപ്പോൾ ആ സമയത്ത് മഹാനവറുകൾ അവരെ സംബന്ധിച്ച് വിധി പറഞ്ഞെന്താ അറിയോ? അവരുടെ എല്ലാ ആളുകളെയും കൊന്നു കളയണം എന്ന് മഹാനവറുകൾ വിധി പ്രഖ്യാപിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതോ, ലഖദ് ഹകംത ഫീഹിം ബിഹുക്മില്ലാഹി മിൻ ഫൗഖി സബീ സമാവാത്. 7 ആകാശത്ത് മുകളിലുള്ള അള്ളാഹിൻ്റെ വിധിയാണ് നീ വിധിച്ചിട്ടുള്ളതെന്ന് റസൂലുള്ളാഹി വല്ലതും പറയണമെങ്കിൽ എങ്ങനെയാ? മാ യന്തിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. തന്നെ ഇഷ്ടപ്രകാരം റസൂലുള്ളാഹി ഒന്നും പറയില്ല, വഹി പ്രകാരം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയണം. അപ്പോൾ എന്താണ് മഹാനായ സഅദ് ബിൻ മുആദിന്റെ വിധി വരുന്നത്? അള്ളാഹിൻ്റെ വിധിയാണ് വിധിച്ചത്, നബിയാണ് എന്ത് ചെയ്യുന്നത്? ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഇങ്ങനെയുള്ള ആളുകളാണ് മഹാരഥന്മാരായ സ്വഹാബാക്കൾ. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും, ഇബ്നുൽ ഖയ്യിം പറയാം, ലമ്മഖ്തലഫു ഇലാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. 1 മാസം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ തർക്കം തരുന്നു കാര്യങ്ങൾ. ഒരാൾ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് മഹർ പറഞ്ഞിട്ടുണ്ടായില്ല, അങ്ങനെ ആ മനുഷ്യനാണ് മരിച്ചും പോയി. ഇനി എന്താ കാട്ടുക എന്നുള്ള ചോദ്യത്തിന് മറുപടി ഇല്ല ആരുടെ കയ്യിലും. നിക്കാഹ് നടന്നു, പക്ഷെ മഹർ പറഞ്ഞില്ല, പക്ഷെ ആ പുതിയ അവളെ മരിക്കുകയും ചെയ്തു. ഇനി എന്ത് ചെയ്യും? ഖുർആനിലും ഒരു പ്രത്യേകിച്ച് അവർക്ക് ഒരു തെളിവും കാണില്ല, ഹദീസിലും കാണില്ല. മസല എന്താണ്? നിക്കാഹ് നടന്നപ്പോൾ മഹർ പറയാൻ വിട്ടുപോയി, ആ പുതിയാപ്പള മരിക്കുകയും ചെയ്തു, മഹറോട്ട് കൊടുത്തിട്ടുമില്ല. നീ എന്താ ചെയ്യാൻ? 1 മാസത്തെ തർക്കം സഹാബാക്കൾക്കിടയിൽ. അപ്പോൾ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയുടെ ഇലാമുൽ മുവഖ്ഖീനിൽ കാണാം, മഹാനവറുകൾ പറഞ്ഞെന്തറിയോ? അഖൂലു ഫീഹാ ബിറഈ, ഞാൻ എൻ്റെ അഭിപ്രായം പറയും ഇതിൽ. കാരണം ഞങ്ങൾ വഹി ഇറങ്ങുന്ന കാലത്ത് ജീവിച്ച മനുഷ്യന്മാർ, റസൂലുള്ളാഹിൻ്റെ കൂടെ ജീവിച്ച മനുഷ്യന്മാർ, ഞങ്ങൾക്ക് കുറേ അനുഭവ പാരമ്പര്യമുണ്ട് എന്ന ആശയത്തിൽ മഹാനവറുകൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയും. ഈ യകുൻ സവാബം ഫമിനല്ലാ, അത് സത്യസന്ധമാണ് എങ്കിൽ അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. വയ്യക്കുൻ ഖതം ഫമിന്നി, ഇനി അത് തെറ്റാണെങ്കിൽ അത് എന്നിൽ നിന്ന് തന്നെയാണ്, തെറ്റിൻ്റെ നിന്നാണ്. വമിന ശൈത്താൻ, ശൈത്താനിൽ നിന്നുമാണ്. വല്ലാഹു വറസൂലു ബരീഉം മിൻ, അല്ലാഹു റസൂലു എന്നൊയ്യുക. ഞാൻ എൻ്റെ സ്വന്തം നിലക്കാണ് അഭിപ്രായം പറഞ്ഞത്. ഞാനൊരു അഭിപ്രായം പറയാൻ പോവുകയാണ്. ഇബ്നു മസ്ഊദ് നമ്മളും മനസ്സിലാക്കേണ്ടതാണ്. ചില ആളുകളൊക്കെ നിക്കാഹ് നടക്കുമ്പോൾ മഹർ
പിന്നെ എന്താ പറയുക, ഒരു 15 പവൻ എന്നുള്ളത് ചിലപ്പോൾ 35 പവനെന്നോ 25 പവനെന്നൊക്കെ ഈ പറഞ്ഞു കൊടുക്കണം ബേജാറായിട്ട് അതും ഇതും പറഞ്ഞാളി. അപ്പോൾ പിന്നെ ഞങ്ങൾ നിശ്ചയിച്ചിരുന്നു 15 ചെയ്യുന്നു, അയാൾ പറഞ്ഞു 35ആയി, അല്ലെങ്കിൽ ഞങ്ങൾ 15 പറഞ്ഞു 5 പറഞ്ഞു, ആകെ നിക്കാഹ് ബാത്തിലായില്ലേ എന്നൊക്കെയുള്ള സംശയമുണ്ട്. അങ്ങനെയൊന്നുമില്ല. നാവിന് അല്ല വില, തലൻ്റെ ഒട്ടിലുള്ള നെയ്യത്തിനാ വില. എന്താണോ കരുതിയിട്ടുള്ള അതാണ്. മാത്രമല്ല പിന്നെ ഒന്നും കരുതിയതുമില്ല ഇനി ഒരാൾ, അതാണ് ഇപ്പോൾ ഇവിടുത്തെ വിഷയം. ഇത്ര മഹർ കരുതിയതുമില്ല. അപ്പം എന്താ അവിടെ സംഭവിക്കുക? അതാണ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. മഹാനവറുകൾ പറഞ്ഞെന്താരോ, അറ അന്ന ലഹാ മഹ്റ നിസാഇഹാ വലാ വഖ്സ വലാ ശതത. മഹർ പറയാതെ ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ പെണ്ണിന് എന്താണ് കിട്ടാൻ പോകുന്നത് എന്നതിനെ പറ്റി എനിക്ക് പറയാനുള്ളത്, അവൾക്ക് ആ കാലത്ത് ആ നാട്ടിൽ അത്തരം കുടുംബങ്ങൾക്ക് എത്രയാണോ മഹർ കിട്ടുക ആ മഹർ കൊടുക്കണം. ലാവക്സ, ഒരു കുറവും അതിൽ വരുത്താൻ പാടില്ല. വലാ ശതത, ഇനിയിപ്പോൾ മരിച്ചതല്ലേ പാവപ്പെട്ടവളല്ലേ കുറച്ച് കൂട്ടിക്കൊടുക്കടാ എന്നും പറയാൻ പാടില്ല. അവിടെ എന്താണോ ആ അവസ്ഥയിൽ ആ കുടുംബങ്ങൾക്ക് ആ കാലത്ത് കിട്ടുന്നത് അങ്ങനെ കൊടുക്കണം. വല ഹൽ മീറാത്ത്, അവൾക്ക് ഇയാളുടെ സ്വത്തിൻ്റെ അനന്തരാവകാശവും കൊടുക്കണം. അതുപോലെ വഅലൈഹൽ ഇദ്ദ, അവൾ ഇദ്ദ ഇരിക്കുകയും ചെയ്യണം. ഖുർആനിലും മൂപ്പര് കണ്ടിട്ടില്ല, ഹദീസിലും കണ്ടിട്ടില്ല. പക്ഷെ മൂപ്പരുടെ അഭിപ്രായം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്. നോക്കൂ, എന്നിട്ട് ഫകാമനാഫ്സും മിൻ അസ്ജ ഗോത്രത്തിൽപ്പെട്ട ആളുകൾ എണീറ്റ് വന്നു. എന്നിട്ട് അവർ പറഞ്ഞെന്താരോ, നശ്ഹദു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖലാ ഫിംറഅത്തിൻ മിന്നാ, ഞങ്ങൾക്കറിയാം റസൂലുള്ള ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു പെണ്ണിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ ഇതേ വിധി വിധിച്ചിട്ടുണ്ട്. യുഖാലു ലഹാ ബിർവാ ബിൻതു വാശിഖ്, വാശിഖിന്റെ മകൾ ബിർവാ, അവൾക്ക് അവളുടെ ഭർത്താവ് മഹർ പറയാതെ മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖലാ ബിമിത്ലി മാ ഖളൈത, നീ വിധിച്ചത് തന്നെയാണ് വിധിച്ചിട്ടുള്ളത്. ഫമാ ഫരിഹ ഇബ്നു മസ്ഊദ് ബിശൈഇൻ ബഅദൽ ഇസ്ലാമി ഫറഹഹു ബിദാലിക. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആയതിനു ശേഷം ഈ സന്ദർഭം ഈ വിവരം കേട്ടപ്പോൾ മഹാനവറുകളുടെ വിധി തന്നെയാണ് റസൂലുള്ളാഹി വിധിച്ചത് എന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷം, അത്ര വലിയൊരു സന്തോഷം പിന്നെ ഉണ്ടായിട്ടില്ല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നാണ്. ഇവിടെയൊക്കെ നമ്മൾ കാണേണ്ടതോ ആ സഹാബാക്കൾക്കുള്ള അവരുടെ അഭിപ്രായത്തിൻ്റെ വില. റയ്യും മഹ്മൂദ്, സ്തുത്യർഹമായ അഭിപ്രായമാണ് അവരുടെ. നമുക്കറിയാം റസൂലുള്ളാഹിന്റെ സഹാബാക്കൾ, ഇപ്പോൾ ഇമാം ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. 5209 നമ്പർ ഹദീസ് കാണാം. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത് എന്നറിയോ, കുന്നാ നഅ്സിലു വൽ ഖുർആനു യൻസിലു. അതായത് ഇപ്പം നമ്മൾ ഭാര്യമാരുമായി ബന്ധപ്പെടുമ്പോൾ ഒരു കുട്ടി ചെറിയ കുട്ടിയാണ്, അത് 1 വയസ്സാകണേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ രണ്ടാമതും ഗർഭിണിയായി കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമാകും, കുട്ടിക്കും പ്രയാസമാകും, തള്ളക്കും പ്രയാസമാകും, സർജറിയൊക്കെ കഴിഞ്ഞുണ്ടായത്. അങ്ങനെ ഒരുപാട് റിസ്ക് ഉണ്ടാകുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും, ഗർഭം വൈകാനുള്ള മാർഗം സ്വീകരിക്കും. അപ്പോൾ ഒരാൾ ഗർഭം വൈകാൻ വേണ്ടി ഗർഭം ധരിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുമല്ലോ. അങ്ങനെ മാർഗം സ്വീകരിക്കുന്നതിനെ പറ്റി തർക്കായി. അത് പാടില്ല. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരിക്കലും ഗർഭം തടയാനുള്ള ഒരു മാർഗം സ്വീകരിക്കാതെ ഗർഭമുണ്ടാവാനുള്ള മാർഗത്തിലെ ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടാവൂ എന്ന് സഹാബാക്കളുടെ ഇടയിൽ വലിയ ചർച്ച വന്നു. അപ്പോൾ സഹാബാക്കൾ പറയാണ്, കുന്നാ നഅ്സിലു വൽ ഖുർആനു യൻസിലു. ഖുർആൻ ഇറങ്ങണ കാലത്ത് ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട്. ഞങ്ങളെ മുന്നിൽ കൂടെ റസൂലുള്ളാഹിന്റെ മേൽക്ക് വഹി ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഞങ്ങൾ നബിൻ്റെ ഇടയിൽ കൂടി നടക്കുക. ആ രൂപത്തിൽ നബിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ നടക്കുമ്പോൾ വഹി ഇറങ്ങണ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ അസ്ൽ ചെയ്യുന്നുണ്ട്. ഭർത്താവും ഭാര്യയും ബന്ധപ്പെടുമ്പോൾ ഗർഭം ധരിക്കാതിരിക്കാനുള്ള തടസ്സങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചിരുന്നു. ഖുർആൻ ഇറങ്ങുമ്പോൾ ഫലൗ കാന ശൈഉൻ യുൻഹാൻഹു ലനഹ ലനുഹിയാൻഹു, വല്ലതും തടയപ്പെടേണ്ടതുണ്ടായിരുന്നെങ്കിൽ ആ കാര്യം അന്ന് തടയപ്പെടുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിലക്കിയില്ല. ഫലൗ കാന ശൈഉൻ യുൻഹാൻഹു, വല്ലതും തടയപ്പെടേണ്ടതുണ്ടെങ്കിൽ ലനഹാനുൽ ഖുർആനു, ഖുർആനെ തടയുമായിരുന്നു. ഖുർആൻ തടഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഗർഭം ധരിക്കാവുന്ന അവസ്ഥ വരാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്നത് ഹറാമാണെന്ന് ഫത്വ പറയണ്ട എന്ന അഭിപ്രായം സഹാബാക്കളിൽ നിന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞ വേർഡാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
കുന്നാ നഅ്സിലു വൽ ഖുർആനു യൻസിലു, ഖുർആൻ ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ നടന്നിരുന്നു എന്ന്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ആ ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് അവരുടെ അഭിപ്രായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തടയാതെ അവരുടെ സൗകര്യത്തിന് വിടുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ പിന്നെ എന്താ ചെയ്യാം? മസല എന്താന്ന് ചോദിച്ചാൽ അവിടുത്തെ മസല ഖുർആനിൽ എപ്പോഴും കാണും ബിൽ മാറൂഫ് എന്നിങ്ങനെ കാണും. പല പ്രശ്നങ്ങളും പറയുമ്പോൾ മര്യാദക്ക്, അതായത് ഒരു മനുഷ്യന് പ്രയാസമാണെങ്കിൽ ആ സമയത്ത് പ്രയാസത്തിന് അല്ല കൽപ്പിക്കുന്നില്ല. ഇസ്ലാമിൻ്റെ ഒരു തത്വമുണ്ട്, ഇതാ ലാഖൽ അംറു ഇത്തസായ, ഒരു കാര്യം കുടുസായി കഴിഞ്ഞാൽ ഇസ്ലാം അവിടെ വിശാലമാക്കും. ഇങ്ങനെയാണ് മഹാനായ ഇബ്നു ഖുദാമൽ മഖ്ദിസി അദ്ദേഹത്തിൻ്റെ കിതാബുൽ മുഗ്നിയിൽ, ലോകപ്രസിദ്ധനായ പണ്ഡിതൻ, അദ്ദേഹം പറയാണ്, ഒരു പുരുഷൻ ഗർഭം ധരിക്കുന്നതിന് തടസ്സം നിൽക്കുകയാണെങ്കിൽ അവിടെ എന്ത് വേണം? ആ പെണ്ണിൻ്റെ അനുവാദം കൂടെ വേണം. പെണ്ണിൻ്റെ അനുവാദത്തോടു കൂടെ ആയിരിക്കണം അത്. കാരണം ആ പെണ്ണിന് ആ കുട്ടിയിൽ ആ ഹക്കുണ്ട്, അധികാരമുണ്ട്. അപ്പോൾ അവൾക്ക് ചിലപ്പോൾ എന്താവും, ഇങ്ങനെ തടസ്സം നിന്നാൽ അത് ബുദ്ധിമുട്ടാകും. അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും അവളുടെ അനുമതിയില്ലാതെ അവളുടെ അനുമതിയില്ലാതെ അനുവദിക്കൂല. അപ്പോൾ അനുമതി ഉണ്ടാകണം. എന്താ കാരണം? വല്ല തടസ്സവും പ്രയാസം ഉണ്ടെങ്കിൽ. അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലോ, മനുഷ്യനെ ഇടങ്ങാറാക്കാനുള്ള അല്ലല്ലോ. അപ്പോൾ ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത്, മഹാരഥന്മാരായ സഹാബാക്കൾക്ക് വഹി ഇറങ്ങുന്ന സമയത്ത് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലാഹു തആല അവരെ പരിഗണിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയാ, ഉമറുൽ ഫാറൂഖിൻ്റെ അഭിപ്രായത്തെ അല്ല പരിഗണിക്കുന്നു, സഹാബാക്കളുടെ അഭിപ്രായങ്ങൾ അല്ല പരിഗണിക്കുന്നു, അവരുടെ അഭിപ്രായങ്ങൾക്ക് അനുഗുണമായി അല്ലാഹു ആയത്തിറക്കുന്നു. ഇങ്ങനെയൊക്കെ ഇറക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ വഹി ഇറങ്ങണ കാലത്ത് ജീവിച്ചതിൻ്റെ പുണ്യം ചില്ലറയല്ല. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാം, ഹാദാ മിൻ കമാലി ഫിഖ്ഹി സ്വഹാബ, ഇത് സഹാബാക്കളുടെ പാണ്ഡിത്യത്തിൻ്റെ പരിപൂർണതയാണ്. വഹുവ യദുല്ലു അലാ അംറൈൻ, ഇത് രണ്ട് കാര്യം അറിയിക്കും. ഒന്നെന്താ? അന്ന അസലൽ അഫ്ആലി അൽ ഇബാഹ, എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം ഹലാലാണ് എന്നാണ്. വലാ യഹറുമു മിന്നാ ഇല്ലാ മാ ഹറമഹുല്ലാഹു അലാ ലിസാനി റസൂലി, ഏത് കാര്യം ഹറാമാണോ അത് അല്ലാഹു തആല അങ്ങോട്ട് ഹറാമാക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനത്തിലൂടെ. എന്ത് കാര്യം? അപ്പോൾ നമ്മളെന്താ വെച്ചാൽ സഹാബാക്കളുടെ ഈ നടപടിക്രമങ്ങളിൽ നിന്ന് രണ്ട് കാര്യം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയാം. ഒന്നെന്താണ്? എന്ത് കാര്യമാണെങ്കിലും ഒക്കെ ഹലാലാണ്. അത് ഹറാമാണെങ്കിൽ അല്ലാഹു തആല പ്രത്യേകമായിട്ട് അത് ഹറാമാക്കുന്ന ബീഡനാവിലൂടെ. രണ്ടാമത്തെ അന്ന ഇൽമ റബ്ബി തആല ബിമാ യഫ്അലൂന ഫീ സമനി ശറഈ വനുസൂലിൽ വഹി വഇഖ്റാറുഹു ലഹും അലൈഹി ദലീലുൻ അലാ അഫ്ഇഹി അൻഹും എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക ശരീഅത്തിന്റെ കാര്യങ്ങൾ നടപ്പിൽ വരുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നില്ല? അല്ലാഹു തആല നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ അസിലിനെ, ഈ ഗർഭം തടയുന്നതിനെ വിലക്കുന്ന രൂപത്തിലുള്ള ആഹ്വാനങ്ങളൊന്നും അള്ളാഹ് ഇറക്കണില്ല. അതെന്താണ് അതിൻ്റെ കാരണം? അള്ളാഹു അഫ്വ് ചെയ്തുകൊണ്ടാണ്, അവിടെ വിട്ടുവീഴ്ചയാണ്. ഇതുകൊണ്ടാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഏതായിരുന്നാലും നാം പറഞ്ഞു വരുന്നത്, പടച്ച തമ്പുരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറക്കുമ്പോൾ അത് ചില്ലറ കാര്യമല്ല, അത് വളരെ ഗംഭീരമായൊരു പ്രോഗ്രാമാണ്. ആകാശത്തുള്ള മലക്കുകൾക്ക് കരിമ്പാറയുടെ മുകളിലൂടെ ചെങ്ങലകൾ വലിക്കുന്നത് പോലെയുള്ള ഭീകര ശബ്ദം കേട്ട ഒരു അബോധാവസ്ഥയിലാകുന്ന രംഗം. ആ അവസ്ഥയാണ് അള്ളാഹു ഒരു വഹയാണ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഭൂമിയിലേക്ക് വ്യത്യസ്തമായ ശൈലിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുക്കുന്നു. പ്രവാചകൻ ഒരു ഒട്ടകത്തിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ വഹയിൻ്റെ ഇനത്തിൽപ്പെട്ട ഒരു ഇനം പ്രവാചകനിലേക്ക് വന്നപ്പോൾ ആ ഒട്ടകത്തിൻ്റെ കാല് മുറിഞ്ഞു പോകുന്ന രൂപത്തിലേക്കാകുന്നു. ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിലൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വന്നത്. ഇത് വിശാലമായി ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ആഡ് ചെയ്ത് നമ്മൾ പഠിക്കാനുണ്ട്. ഏതായിരുന്നാലും ഇത്രയും കാര്യങ്ങൾ ചെറിയ രൂപത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ നോട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടാകും. ഇനി പെട്ടെന്ന് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചോദിച്ചിട്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഓക്കെ. ഓക്കെ, നമ്മളിത് എത്രാമത്തെ ക്ലാസ് ആണെന്ന് എല്ലാവർക്കും അറിയോ? എത്രാമത്തെ ക്ലാസ് ആണിത്? മ്യൂട്ട് ഒഴിവായി കൊടുക്കുക ഹാറെ. ഇത് എത്രാമത്തെ ക്ലാസ്സാണ് മക്കളെ? അല്ലാഹു റബി, എത്ര?
8 എന്ന് പറഞ്ഞത് ആരാ? ഷക്കീബില്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഈ 1 മുതൽ 8 വരെയുള്ള നോട്ടൊക്കെ നിങ്ങളെ കയ്യിലുണ്ടോ? അതിൽ എന്തെങ്കിലും അവ്യക്തതകൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും നോട്ടിൽ വല്ല അവ്യക്തതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കണം, അല്ലെങ്കിൽ എൻ്റെ പ്രൈവറ്റ് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് വിഷയങ്ങളിലേക്കുള്ള സൂചനകൾ, ഇന്ന് നമ്മൾ ഓരോ സൂചനകളാണ് പറഞ്ഞിട്ടുള്ളത്. വിശദമായിട്ട് നമ്മൾ പറഞ്ഞാൽ ഒരുപാട് ടൈമുകൾ പോകും. അപ്പോൾ ഏതായാലും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഹൈറാട്ടെ. നമ്മൾ ഒരുമിച്ച് കൂടിയത് അള്ളാഹു താല സ്വാലിയ ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളെയൊക്കെ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്.